വരൾച്ച നേരിടുന്ന സമയത്ത് കൃത്രിമമായി മഴ പെയ്യ്ക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഴയില്ലാത്ത സമയത്ത് ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്ന ഈ അത്ഭുത വിദ്യയാണ് ക്ലൗഡ് സീഡിംഗ്. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം. ചിലപ്പോൾ നമ്മുടെ ആകാശത്ത് വലിയ മേഘങ്ങളുണ്ടെങ്കിലും മഴ പെയ്യാറില്ല. ഇതിന് കാരണം ആ മേഘങ്ങളിലെ ജലകണങ്ങൾക്ക് താഴേക്ക് പതിക്കാൻ ആവശ്യമായ ഭാരം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ സമയത്താണ് ശാസ്ത്രജ്ഞർ ക്ലൗഡ് സീഡിംഗ് ഉപയോഗിക്കുന്നത്. വിമാനങ്ങളോ ഡ്രോണുകളോ അല്ലെങ്കിൽ താഴെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന പ്രത്യേക ജനറേറ്ററുകളോ ഉപയോഗിച്ച് മേഘങ്ങളിലേക്ക് ചില രാസവസ്തുക്കൾ വിതറുന്നു. പ്രധാനമായും സിൽവർ അയഡൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ ഡ്രൈ ഐസ് എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ രാസവസ്തുക്കൾ മേഘങ്ങളിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഈ രാസവസ്തുക്കളുടെ തരികൾക്ക് ചുറ്റും മേഘങ്ങളിലെ ചെറിയ ജലകണങ്ങൾ വേഗത്തിൽ ഒന്നിച്ചുകൂടാൻ തുടങ്ങുന്നു. ക്രമേണ ഇവയുടെ വലിപ്പവും ഭാരവും വർദ്ധിക്കുകയും ഗുരുത്വാകർഷണം കാരണം അവ മഴത്തുള്ളികളായി താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് കൃത്രിമ മഴ. ദുബായ് ഉൾപ്പെടുന്ന UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും, എന്തിന് നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരൾച്ച നേരിടുമ്പോഴും ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതുകൊണ്ട് ചില ദോഷങ്ങളുമുണ്ട്. വരൾച്ച മാറ്റാനും ചൂട് കുറയ്ക്കാനും ഇത് സഹായിക്കുമെങ്കിലും പ്രകൃതിയുടെ സ്വാഭാവികമായ കാലാവസ്ഥയെ നമ്മൾ നിർബന്ധിച്ച് മാറ്റുന്നത് ഭാവിയിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിനും കാരണമാകാം എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ ഈ രാസവസ്തുക്കൾ മഴവെള്ളത്തിലൂടെ ഭൂമിയിലെത്തുന്നത് പരിസ്ഥിതിക്കും മനുഷ്യർക്കും എത്രത്തോളം ദോഷം ചെയ്യും എന്നതിലും പഠനങ്ങൾ നടക്കുന്നുണ്ട്. പ്രകൃതിയെ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഈ ക്ലൗഡ് സീഡിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നല്ലതിനാണോ അതോ ദോഷമാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.